ഷിമ്മർ ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന ടൈ ആൻഡ് ഡൈ ഇഫക്റ്റിൽ വരുന്ന ഒരു ഓർഗൻസ സാരി. ഷിമ്മർ ഓർഗൻസ സാരിയാണ്. ഇതിൽ കട്ട് ബീഡ്സിൻ്റെ ഹൈലൈറ്റ് ഒക്കെ വന്നിട്ട് ടൈ ആൻഡ് ഡൈ ഇഫക്റ്റിൽ വരുന്ന സാരി. 2 കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒരു പേർപ്പിൾ ടോണാണ്. പേർപ്പിളിൽ ക്രഷ്ഡ് ഫീൽ വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ക്രഷ്ഡ് ഫാബ്രിക്. അതിന് ഷിമ്മർ ഓർഗൻസ എന്ന് പറയുന്നത് കുറച്ചൊരു ഒരു ചെറിയൊരു ഗ്ലേസിങ് ഉള്ള ഫാബ്രിക്. ഓർഗൻസ ഫാബ്രിക് ലൈറ്റ് വെയ്റ്റ് ആണ്. എന്നാൽ ടൈ ആൻഡ് ഡൈ ഇഫക്റ്റിൽ ഒരു പേർപ്പിൾ ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ടൈ ആൻഡ് ഡൈ ഇഫക്റ്റ്. ബോർഡർ ഡീറ്റെയിലിംഗ് നോക്കിയാൽ ഒരു പാർട്ടി വെയർ ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. ബോർഡറിൽ കട്ട് ബീഡ്സും അതുപോലെ പേൾസും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഒരു ബോർഡർ പാറ്റേൺ. ഇത് പല്ലു പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ബോർഡറിലും ഇതുപോലെ തന്നെ ആ ഒരു സെൻറ്റർ പോർഷനിൽ പേൾസും ഔട്ടർ എഡ്ജസിലും എല്ലാം കട്ട് ബീഡ്സ് കൊണ്ട് ഹൈലൈറ്റ് കൊടുത്തിട്ട് സെയിം കളർ ത്രെഡിലുള്ള ഒരു ഹൈലൈറ്റ് സ്കാലപ്പ് പാറ്റേൺ, മാർക്കിൻ പാറ്റേൺ ആണ് ഈ സ്കാലപ്പ് ഫിനിഷിൻ്റെ ഔട്ട്ലൈനിൽ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. ടൈ ആൻഡ് ഡൈ ഇഫക്റ്റ്. ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ സാരി ഉടുക്കുവാണെങ്കിൽ, ഇപ്പോൾ ബ്രൈറ്റ് സ്പേസിൻ്റെ സാരിയോ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഒരു കളർ തീം ഉണ്ടെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന സാരിയാണ്. നല്ല ഭംഗിയുള്ള സാരി. ബോഡിയിൽ സ്കാറ്റർ ചെയ്ത് ഈ ഒരു കട്ട് ബീഡ്സിൻ്റെ ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നത്. ഒരു ഫ്ലോറൽ ജാൽ പാറ്റേൺ പോലെ വരുന്ന ബോർഡർ ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ വരുന്ന പല്ലു ഡീറ്റെയിലിങ്ങും സ്കാറ്റർ ചെയ്തിട്ട് ഈ കട്ട് ബീഡ്സിൻ്റെ സ്പ്രെഡും ഒക്കെ കൊടുത്തേക്കാം കേട്ടോ. പ്രോഡക്റ്റ് കോഡ് വരുന്നത് DBS 115 ആണ്. പ്രൈസ് വരുന്നത് 3,999 പ്രൈസ് റേഞ്ചിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയേക്കുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നതും ആ ഒരു പേർപ്പിൾ ടോണിൽ വരുന്ന ബ്ലൗസാണ് കേട്ടോ. പേർപ്പിൾ ടോണിൽ ബ്രൊക്കേറ്റ് വീവിങ് സ്റ്റൈലിൽ വരുന്ന ബ്ലൗസാണ്. ഇതൊരു എലിഫൻറ്റ് പാറ്റേൺ ആണ്. എലിഫൻറ്റ് മോട്ടീവ്സ്, വലുതും ചെറുതുമായിട്ടുള്ള എലിഫൻറ്റ് മോട്ടീവ്സ് ആണ് ഇതിൽ വീവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഉണ്ടോ? ഇത് പെയർ ചെയ്ത് കഴിയുമ്പം ഈ ബ്ലൗസ് വിത്ത് ബ്ലൗസും കൂടെ ഒക്കെ പെയർ ചെയ്യുമ്പോൾ നല്ല ഗ്രാൻഡ് ലുക്കുള്ള സാരിയാണ്. സ്ലീവ്സിൻ്റെ എഡ്ജസിൽ ഇതുപോലെ ഒരു കട്ട് ബീഡിൻ്റെ ഫിനിഷിങ്ങും വന്നിട്ടുണ്ട്. അടുത്തൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് മൂവ് പിങ്കിൽ ഈ സെയിം കോൺസെപ്റ്റ് ടൈ ആൻഡ് ഡൈ ആൻഡ് കട്ട് ബീഡ്സ് ഫിനിഷൊക്കെ ആയിട്ട് വരുന്ന സാരി. ഇതിലും ആ ബ്ലൗസ് പെയർ ചെയ്തേക്കുന്ന ബ്രൊക്കേറ്റ് ബ്ലൗസാണ് കേട്ടോ. സിൽവർ കളറിലുള്ള ബ്രൊക്കേറ്റ് ബ്ലൗസ്. ടൈ ആൻഡ് ഡൈ ഇഫക്റ്റിൽ വരുന്ന ഷിമ്മർ ജോർജറ്റ് ഫാബ്രിക് കേട്ടോ. ഇതിനൊരു ക്രഷ്ഡ് ഫീലാണ് കേട്ടോ ഉള്ളത്. ക്രഷ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രത്യേക ഭംഗിയാണ് ക്രഷ്ഡ് ഫീലുള്ള ഫാബ്രിക്കിന്. ഇതിൻ്റെ എഡ്ജസ് എല്ലാം ആ ഒരു കട്ട് ബീഡ്സിൻ്റെ ഫിനിഷിങ്ങും സ്കാറ്റർ ചെയ്തിട്ടുള്ള സ്പ്രെഡും ഒക്കെ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിൻ്റെ കൂടെയും പെയർ ചെയ്തേക്കുന്നത് ഒരു ബ്രൊക്കേറ്റ് സ്റ്റൈലിൽ വരുന്ന ബ്ലൗസാണ്. ആ ബ്ലൗസിൽ എലിഫൻറ്റ് പാറ്റേൺസ് ആണ്, എലിഫൻറ്റ് മോട്ടീവ്സ് ആണ് വന്നിരിക്കുന്നത്. വലുതും ചെറുതുമായിട്ടുള്ള എലിഫൻറ്റ് മോട്ടീവ്സ് ആണ് വന്നിരിക്കുന്നത്. സ്ലീവ്സിൻ്റെ എഡ്ജസിലും ഇതുപോലെ തന്നെ വേണ്ട ആ കട്ട് ബീഡ്സിൻ്റെ ഫിനിഷിങ് വന്നിരിക്കുന്ന സാരിയാണ്. ഈ പ്രോഡക്റ്റ് നമുക്ക് ഇപ്പം 2 വേരിയൻസ് ആണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഇനി ഒരു 2 വേരിയൻസും കൂടി അവൈലബിൾ ആണ്. DBS 115A വേരിയൻ്റ് ആണിത്. നേരത്തെ കണ്ട പേർപ്പിൾ ടോൺ C വേരിയൻ്റ് ആണ്. ഇനി 2 കളേഴ്സും കൂടി അവൈലബിൾ ആണ്. 3,999 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതിൻ്റെ എല്ലാം ഡ്രേപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store. ഹാൻഡ് വർക്ക് ചെയ്തൊരു പീസ്. അല്ല മാം, ഇത് എനിക്ക് ഇപ്പോൾ ഒരു ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിരിക്കത്തില്ലേ? യെസ്, ഫുൾ സ്ലീവ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ്. ഇത് നല്ല വിട്ടുള്ള സെമി ടെസർ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഒരു സ്ലീവിനകത്തൊക്കെ വർക്കും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ നല്ല രസമായിട്ട് റിസ്റ്റിലത്, അതായത് റിസ്റ്റ് തൊട്ട് ഏകദേശം ഒരു ബിലോ എൽബോയുടെ ആ പോർഷൻ വരെ നമുക്ക് ചെയ്യാം. നമുക്കൊരു ഹൗസ് വാമിങ്ങിനൊക്കെ നമുക്ക് പോകാനാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വെഡിങ് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാനാണെങ്കിലോ ഒക്കെ ആക്ച്വലി നല്ലൊരു ഓപ്ഷൻ. അത് കസ്റ്റമേഴ്സിനെ കാണിക്കാം, എന്നെ കാണിക്കാം. നമ്മുടെ കസ്റ്റമേഴ്സിന് ഇത് കണ്ടാലല്ലേ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ട്രഡീഷണൽ കൊൽക്കട്ടയുടെ വർക്ക് ആയിട്ടുള്ള നമ്മുടെ ബുള്ളി നോട്ട് സ്റ്റിച്ചും ലേസി ഡേസി സ്റ്റിച്ചും കൂടെ ഫ്രഞ്ച് നോട്ടും സീക്വൻസും അല്ലേ? ഫുള്ള് കാന്തയുണ്ട്. സെൻറ്റർ പോർഷൻ കാന്ത വരുന്നുണ്ട്. സീക്വൻസ് ആഡഡ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്ക്. ഫുള്ളായിട്ട് ഫ്രണ്ട് പോർഷനിൽ സ്കാറ്റേഡ് ആയിട്ടുള്ള ബൂട്ടാസും യോക്ക് ഡിസൈനുമാണ് വന്നേക്കുന്നത്. നെക്ക് പോർഷൻ ഓൾറെഡി ഡിസൈഡഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. സ്ലീവ്സിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. 3/4 സ്ലീവ് ആണെങ്കിലും എബോ എൽബോ സ്ലീവ് ആണെങ്കിലും ഫുൾ സ്ലീവ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ടൈലറിൻ്റെ അടുത്ത് വെട്ടാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ചിലപ്പോൾ ഇച്ചിരി വണ്ണമുള്ള, അപ്പോൾ എൻ്റെയൊക്കെ കൈക്കാണെങ്കിൽ ഉള്ള പോർഷനിൽ ഒരു ചെറിയ ജോയിൻറ്റ് വരുമായിരിക്കും. അതെ അതെ, നമ്മൾ
അതായത് നമ്മൾ നോർമലി ഇച്ചിരി കൈക്ക് വണ്ണം കൂടുതലുള്ളവർക്ക് പൊതുവെ അറിയാം ആംപിറ്റിന്റെ ഫ്രണ്ട് പാനലിനകത്ത് ജോയിന്റ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല. ഇതാണ് ഇന്നത്തെ സെറ്റ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഗൗരിയുടെ ഫേവറേറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. എനിക്ക് ദുപ്പട്ട എടുക്കാൻ മടിയായത് കാരണം, പിന്നെ നമുക്കിത് ഇട്ടേക്കുന്നതെന്ന് അറിയത്തില്ല എന്നുള്ളത് കാരണം സാറ്റിൻ ജോർജറ്റ് ഒരു നല്ല ഓപ്ഷൻ. ആക്ച്വലി സാറ്റിൻ ജോർജറ്റിലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിലിടുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും പള്ളി പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഇട്ടാൽ ഇട്ടുകൊടുത്ത് കിടക്കും. അതാണ് ഈ സാറ്റിൻ ജോർജറ്റിൻ്റെ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളൊരു പേഴ്സണൽ ചോയ്സ്. ബിക്കോസ് അതിനൊരു വെയിറ്റ് ഉണ്ട് വെൻ കമ്പയർ ടു സാധാരണ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഘനമല്ല, കിടക്കുന്ന ഗ്രിപ്പിനൊരു ഗ്രിപ്പുണ്ട്. അതാണ് വെയിറ്റ് അല്ല, ഗ്രിപ്പുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡിസൈൻ. നമുക്ക് വേഗം ഇതിൻ്റെ ബാക്കി കളേഴ്സ് 1 by 1 ആയിട്ട് വേഗം കാണിച്ചു കൊടുക്കാം. അത്യാവശ്യം ബ്രോഡായിട്ട് വന്നേക്കുന്ന യോക്ക് പോർഷൻ. അപ്പം നല്ലൊരു സറ്റൂൺ ഫാബ്രിക് ആണ് കേട്ടോ ബോട്ടം സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ചൊരു ഫിൽഡ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് അവിടെ ചെസ്റ്റ് പോർഷൻ്റെ അകത്ത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് വിതൗട്ട് ദുപ്പട്ടാസിൽ വെയർ ചെയ്യാനും നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. നല്ല ലോങ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ലോങ് സ്ലിറ്റ് നമ്മുടെ ഇത്രയും ഇപ്പം യങ്സ്റ്റേഴ്സിനൊക്കെ പെൻസിൽ പാൻസ് വെയർ ചെയ്തിട്ട് ലോങ് സ്ലിറ്റ് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് യോക്കിൻ്റെ അവിടം വരെയും ടൈറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അവിടെ നിന്ന് സ്ലിറ്റ് കൊടുത്താലും സ്ട്രെയിറ്റ് കട്ട് പാറ്റേണിൽ ചെയ്തെടുത്തിട്ട് ഫുൾ സ്ലീവ് ഒക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും. ഒരെണ്ണം സ്റ്റിച്ച് ചെയ്താലും അങ്ങനെ, പക്ഷെ വേണ്ട, വയറ് കാണും. ഇതാണ് എൻ്റെ ബോട്ടം വന്നേക്കുന്നത്. ആൻഡ് സെയിം പാറ്റേണിൽ സ്കാറ്റേഡ് ആയിട്ട്, അത് ടോപ്പിൽ സ്കാറ്റേഡ് ആയിട്ട് വന്നേക്കുന്ന ബൂട്ടാസ്, അതിൻ്റെ ചെറിയ ബൂട്ടാ ഡിസൈൻ. അതിൻ്റെ ഫ്ലവറും അതിൻ്റെ ആ ഒരു ചെറിയ ഇത് മാത്രമല്ലേ വന്നിട്ടുള്ളൂ. ഇത് തന്നെയാണ് ടോപ്പിൻ്റെ അവിടെയും സ്കാറ്റേഡ് ആയിട്ട് വന്നിരിക്കുന്നത്. സ്ലീവിലും ഇത് തന്നെയാണ് വർക്ക് വരുന്നത്. ഞാൻ 4 കളേഴ്സ് നാട്ടാ പറഞ്ഞത്. 4 കളേഴ്സ് അല്ല, 5 കളേഴ്സ് ഉണ്ട്. ഒരു മിനിറ്റ് 2 പേരുടെയും ടാഗുകൾ തമ്മിൽ ക്രോസ് ആയി. ഓക്കെ, നെക്സ്റ്റ് കളർ ഒരു ബനാറസി ടോണാണ്. ബനാറസി ടോൺ അല്ല, മെഹന്തി ബ്രൗൺ ടിൻറ്റഡ് ആയിട്ടുള്ളൊരു മെഹന്തി ടച്ചാണ് വന്നേക്കുന്നത്. മെഹന്തി ടച്ചിനകത്ത് അതേ സെയിം കളർ പാലറ്റിൽ തന്നെ നിൽക്കുന്ന ഡിസൈൻ സ്റ്റൈലാണ് കൊടുത്തേക്കുന്നത്. ഒത്തിരി ലൗഡ് അല്ലാതെ ആ കോമ്പിനേഷനകത്ത് തന്നെ മേർജ് ചെയ്ത് നിൽക്കുന്ന പാറ്റേൺ, സെയിം പാലറ്റിൽ വന്നേക്കുന്ന ബോട്ടം അല്ലേ. നല്ലൊരു ഭംഗിയുണ്ടല്ലോ, കേൾസ് ഒക്കെ ഇന്ന് കിടക്കുന്നതാണ്. യെസ്, ഇതാണ് എൻ്റെ 3rd കളർ. നെക്സ്റ്റ് കളർ പാലറ്റ് വന്നേക്കുന്നത് മെറ്റാലിക് ബ്ലൂ. വേഗം കാണിച്ചു പോവാം. അയ്യോ, ഇതിൻ്റെ കോഡ് പറഞ്ഞില്ല. SBP 277 ആണ് കേട്ടോ ഈ വർക്ക് ഡീറ്റെയിലിൻ്റെ കോഡ്. ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കോഡ് വന്നേക്കുന്നത് 1999. പ്രൈസ് റേഞ്ചും നല്ല റേഞ്ചാണ് അല്ലേ. 1999 നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന പീസ് കൊടുത്തേക്കുന്ന നല്ലൊരു പീസാണ്. ആൻഡ് ഗിഫ്റ്റിംഗ്, പേഴ്സണൽ യൂസ്, വിത്തൗട്ട് അയണിങ്. അതെ, വലിയ ക്രഷ്ഡ് ആവുന്നുള്ള ഒരു ശല്യമൊന്നുമില്ല. ചുടി ബോട്ടം, പെൻസിൽ പാൻറ്, ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സറ്റൂണിൻ്റെ ഫാബ്രിക്കും ഒക്കെ കൊടുത്തിട്ടാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ പാലറ്റ്സും ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഡാർക്ക് ബ്രൈറ്റ് ചാർട്ട്സ്, ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. അത് നല്ലൊരു ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നുണ്ട് ഡാർക്ക് ഷെയ്ഡ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്ത് കസ്റ്റമേഴ്സ് നേരിട്ട് കാണുന്ന സമയത്ത് പറയുന്നത് ഡാർക്ക് പാലറ്റ്സ് ആണെങ്കിൽ വെയർ ആൻഡ് ടയർ നന്നായിട്ട് പോകും. പിന്നെ പെട്ടെന്നൊന്ന് മഴയത്ത് എന്തെങ്കിലും ചെറുതെറിച്ചാലോ അതങ്ങ് പോയി കഴിയാലും നമുക്ക് അവിടെ പിന്നെ സ്റ്റെയിൻ ആയിട്ട് കിടക്കത്തില്ല. വൈറ്റിലൊക്കെ അങ്ങനെ ഒരു ഇത് വരും. പക്ഷെ വൈറ്റിന്റെ എലിഗൻസ് വേറെ ഒന്നാണ്. അത് ബുദ്ധിമുട്ടണം, മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടണം. അപ്പം ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എല്ലാം തന്നെ സെമി ടെസ ഫാബ്രിക്കിനകത്ത് ട്രഡീഷണൽ ഹാൻഡ് വർക്ക് പാറ്റേൺസിൽ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അത് ജസ്റ്റ് 1999 പ്രൈസ് റേഞ്ചിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് കോഡ് വന്നിരിക്കുന്നത് SBP 277. കോട്ടൺ സാരീസ് വിത്ത് ജെറി ബോർഡർ പാറ്റേൺ ആൻഡ് ബോഡി ഫുള്ളായിട്ട് ത്രെഡ് വീവിംഗ് സ്റ്റൈലും കൂടി വന്നിരിക്കുന്ന 2 ഡിസൈൻസ് ആണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന സാരീസ് ആണ് കേട്ടോ. നല്ല രസമുള്ള, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കോട്ടൺ സിൽക്കിന്റെ ഫീല് വരുന്നതാണ്. എല്ലാവരും മേഴ്സഡൈസ്ഡ് ഫീലിലൊക്കെ നമുക്ക് വന്നിരിക്കുന്ന കോട്ടൺസിന്റെ കളക്ഷനാണ്. നല്ല സുഖമുള്ള മെറ്റീരിയൽസ് ആണ്. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ചിലപ്പോൾ ഒന്ന് കാണുമ്പോഴത്തേക്ക് ഒന്ന് പേടിക്കാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് നമുക്കത് ഇങ്ങനെ സ്റ്റിഫർ ആണല്ലോ, ഉടുക്കാൻ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ മേ ബി വെൻ യു ഡ്രൈ ക്ലീൻ ഇറ്റ്, യു കെൻ ജസ്റ്റ് ടെൽ യുവർ ഡ്രൈ ക്ലീനർ നമുക്ക് നമ്മളുടെ ഒരു കംഫർട്ട് ലെവലിലുള്ള സ്റ്റാർച്ച് ലെവൽ എന്താണോ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് പിന്നെ കൊടുക്കാൻ പറ്റുന്ന സാരീസാണ്. ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഒതുങ്ങിക്കോളും എന്നാണ് ബേസിക്കലി. പിന്നെ നമുക്ക് ഓരോരുത്തരുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇത് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കംഫർട്ട് ലെവൽ അനുസരിച്ചിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും.
സ്റ്റാർച്ച് ലെവൽ. സോ വി ഹാവ് സം ബ്യൂട്ടിഫുൾ കളക്ഷൻ. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. 1879 റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡിസൈനിൽ നമുക്കൊരു 4 കളേഴ്സ്, ദെൻ സെക്കൻഡ് ഡിസൈനിൽ ഒരു 4 കളേഴ്സാണ്. ഫുള്ളി ത്രെഡ് വീവിങ് പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിനകത്ത്, ഗിവ്സ് യു ദാറ്റ് ഷീൻ. ഒരു ഗോൾഡൻ അല്ലെ ശരിക്കും പറഞ്ഞാൽ ബേജ് ഷെയ്ഡാണ്, പക്ഷെ നമ്മൾ അതിനകത്ത് വീവിങ് സ്റ്റൈലോട് കൂടി കയറി വന്നിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഗോൾഡൻ ബേജിൻ്റെ ഒരു ഫീല് വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഡബിൾ ടോണിൻ്റെ ഫീലും കൂടെ നമുക്ക് അതിനകത്ത് വന്നിട്ട് നല്ലൊരു ഷീൻ നമുക്കവിടെ ഫീല് ചെയ്യുന്നതാണ് കേട്ടോ. ആൻഡ് ദ പല്ലു ഇസ് ഓൾസോ പ്രിറ്റി. ഇത് ബോഡി ഫുൾ ജോമെട്രിക് പാറ്റേൺ ആണ്. ഒരു ഡയമണ്ട് ഡിസൈൻസിൻ്റെ അകത്തൊരു ഒരു അബ്സ്ട്രാക്ട് പാറ്റേണും ഒക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദി പല്ലു. നമുക്ക് അതിനകത്ത് ഡബിൾ ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഗോട്ട് എ ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് വിത്ത് ചിക്കു കോമ്പിനേഷൻ ആൻഡ് സെയിം കളറിൽ തന്നെ വന്നിരിക്കുന്ന കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അത് ശരിക്കും ആ ഒരു റണ്ണിങ്ങിൽ തന്നെ വീവ് ചെയ്ത് എടുത്തേക്കുന്ന ബ്ലൗസ് ആണ് കേട്ടോ. സോളിഡ് ബ്ലൗസ് ഇൻ ഡബിൾ ടോൺ വിത്ത് സറി ബോർഡർ. ഇതിൻ്റെ ബോർഡർ പാറ്റേൺ ആക്ച്വലി ഒരു സിൽവർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. അപ്പോൾ ഇത് ബ്ലൗസോട് കൂടി വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള സാരി. ഉടുത്ത് കഴിയുമ്പോൾ ഇതിന് ആക്ച്വലി ഭയങ്കര രസമായിരിക്കും. നമ്മളത് ഡ്രേപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഭയങ്കര രസമുള്ള സാരീസാണ്. ആൻഡ് ദെൻ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വേരിയേഷൻസ് കാണാം. ഇതിൻ്റെ കോഡ് വരുന്നത് UDF 135 ആണ്. 1879 റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷൻ. നെക്സ്റ്റ് ദിസ് ഇസ് ദി ലുക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു സെയിം ഷെയ്ഡ് തന്നെയാണ് ബ്ലൗസും വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ലുക്ക്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഒരു ചെറിയ വേരിയേഷൻ പോലെ തോന്നും. ബിക്കോസ് ഒന്ന് സോളിഡും പിന്നെ ബോഡി ഇത്രയും ഈ ഒരു റെഡിഷ് ടോണിൽ വന്നിട്ടുള്ള യാൺസ് ആണ് അവിടെ വീവിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി ഒരു സിംപ്ലർ ലുക്കാണ്. കുറച്ചും കൂടി ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫീൽ, സോബർ അങ്ങനെയുള്ള ഒരു ലുക്ക്. ഇതാണ് അതിൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. ഫസ്റ്റ് സ്റ്റാർച്ച് ലെവൽ കുറച്ച് ഉണ്ട്, അതുകൊണ്ടാണ് സ്റ്റിഫറായിട്ട് ഇരിക്കുന്നത്. ആണ് അതിൻ്റെ കോമ്പിനേഷൻ. കൊടുക്കുമ്പോൾ ഭയങ്കര രസമുള്ള സാരിയാണ്. അതുമൊക്കെ നമുക്ക് എല്ലാ പ്രായക്കാർക്കും കൊടുക്കാനും നല്ല ഭംഗിയാണ് കേട്ടോ. ദിസ് ഇസ് ദി ലുക്ക്. ദെൻ നെക്സ്റ്റ് ഇസ് പ്രിറ്റി നൈസ്. ഇതൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ആക്ച്വലി ആ യെല്ലോ ആൻഡ് ബർഗൻഡിയുടെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഇതിനകത്തും ആ ഒരു മസ്റ്റേർഡ് യെല്ലോ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ സാരിയിൽ നമുക്ക് ആ ഒരു ബർഗൻഡിയും കൂടെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഫീല് വരും. സോ ഒരു ബ്ലാക്ക് ചേർന്നൊരു ഫീലാണ് വരുന്നത്. ആക്ച്വലി ബർഗൻഡി യാൻസ് തന്നെയാണ് വീവിങ്ങിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി സിൽവർ സറി ബോർഡർ പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ലുക്ക് വരും. ഉടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ അവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ലുക്ക്. ആൻഡ് ഈ ഒരു ഡിസൈനിനകത്ത് ലാസ്റ്റ് കളറിൽ വരുന്നത് ആണ് ഒരു പിങ്ക് ടോണാണ് അതിനകത്ത് കൂടുതലായിട്ട് നിൽക്കുന്നത്. പിന്നെ ചിക്കുവിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡ്. ഇതൊക്കെ കോട്ടൺസിൻ്റെ അകത്തെ ഇങ്ങനത്തെ കളേഴ്സൊക്കെ വരാറുള്ളൂ കേട്ടോ. ദിസ് ഇസ് ദി ലുക്ക്. അപ്പോൾ ദിസ് ഇസ് UDF 135. ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം. അതിൻ്റെ കൂടെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ബ്ലൗസ്. ബ്ലൗസ് വി ഹാവ് ഇറ്റ് ഇൻ ദിസ് ഷെയ്ഡ് ചിക്കു. ലൈറ്റ് ചിക്കു ബേസ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ആയിട്ടുള്ള ചിക്കു. ആൻഡ് ദെൻ വി ഹാവ് ദി നെക്സ്റ്റ് ഡിസൈൻ. ഇതൊരു വെർട്ടിക്കൽ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സെയിം പ്രൈസ് റേഞ്ച് ആണ്. ഇത് UDF 137 ആണ് വന്നിരിക്കുന്നത്. സെയിം പ്രൈസ്. ദിസ് ഇസ് ദി ലുക്ക്. ഫുള്ളൊരു ലീഫ് പാറ്റേണിലാണ് അതിൻ്റെ പല്ലു ചെയ്തേക്കുന്നത്. വിത്ത് പിങ്കിഷ് റെഡ് ഷെയ്ഡ് എന്ന് പറയാം നമുക്ക്. അതിൻ്റെ ഒരു ബോർഡർ പാറ്റേൺ വന്നിരിക്കുന്നത് വെർട്ടിക്കൽ പാറ്റേൺ. അപ്പോൾ നല്ലൊരു ടോൺ ഫീലിൽ കൊടുക്കാൻ നല്ല സാരിയാണ്. പ്ലീറ്റഡ് ഒക്കെ ആയിട്ട് അപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കാണ് കേട്ടോ കോട്ടൺ സാരിക്ക് വേറൊരു ഭംഗിയാണ്. അതെപ്പോഴും കോട്ടൺ സാരിക്കാണ് ആ ഒരു എന്താ പറയുക ആ ഒരു സ്റ്റൈൽ ഏറ്റവും കൂടുതൽ വരിക. കോട്ടൺ സാരിയുടേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് ഭംഗിയാണ്. ദിസ് ഇസ് ദി ലുക്ക്. അപ്പോൾ ഇതിനകത്ത് റെഡിഷ്
ടോണിലാണ് അത് ഫുള്ളായിട്ട് വീവ് ചെയ്ത് വന്നിരിക്കുന്നത്. ചെറിയൊരു പിങ്ക് ടോൺ ഉണ്ടെന്നേ ഉള്ളൂ. ചിക്കു ആണ് എൻ്റെ ബേസ് കോമ്പിനേഷൻ. കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ളൊരു ചിക്കു ഷെയ്ഡാണ്. അതിൻ്റെ ബ്ലൗസിൻ്റെ കളറിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. ദിസ് ഇസ് മോർ ബേജ്, കുറച്ചുകൂടെ ബേജ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബ്ലൗസാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ ഇതിനകത്തും കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. ദിസ് ഇസ് ദി ലുക്ക്. അപ്പം ഇതൊരു നമുക്കതിൻ്റെ കളേഴ്സ് നമുക്ക് നോക്കാം കേട്ടോ. അതിനകത്തും ആക്ച്വലി ഒരു ഡബിൾ ഷെയ്ഡ് നന്നായിട്ട് അറിയാൻ പറ്റും. ഇതും ചിക്കു ഒരു ബർഗൻഡി ടോണുമായിട്ടൊക്കെ ഉള്ള ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഇത് വീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബർഗൻഡി അവിടെ ലൈറ്റർ ആയിട്ടൊരു പിങ്ക് ടോൺ അവിടെ വരുന്നുണ്ട്. ദിസ് ഇസ് ഓൾസോ ഗോട്ട് ദറ്റ് ഡബിൾ ഷെയ്ഡ് കൈൻഡ് ഓഫ് എ ഷീൻ വിത്ത് ഒരു കോട്ടൺ സിൽക്കിൻ്റെ ഒരു ഫീല് വരുന്ന രീതിയിലുള്ള ഒരു ടോൺ. സിൽവർ സെറിയിൽ തന്നെയാണ് ഇതിൻ്റെയും ബോർഡർ വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത് വിത്ത് ചിക്കു ബ്ലൗസ്. This is the look. And then we have orange. നല്ല രസമുള്ള ഒരു ഓറഞ്ച് paired with mustard yellow. ഓറഞ്ചും യെല്ലോ ഒരു കോമ്പിനേഷൻ, ഒരു നല്ല രസമുള്ളൊരു കോമ്പിനേഷനാണ്. ദിസ് ഇസ് ദി സാരി ആൻഡ് ഫുള്ള് വെർട്ടിക്കൽ പാറ്റേൺ. അതൊരു ഫ്ലോറൽ ജോമെട്രിക്കിൻ്റെ ഒക്കെ ഉള്ളൊരു കോമ്പിനേഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി പല്ലു ആൻഡ് ബ്ലൗസ് കോമ്പിനേഷൻ. ആൻഡ് ദെൻ ഫൈനലി വി ഹാവ് എ ബേജ്. അതിൻ്റെ അകത്ത് ബ്രൗൺ ഷെയ്ഡിലുള്ള പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത്. Brown with beige weaving pattern. So UDF 137 135 cotton sarees, everyone's favorite pure cotton sarees with beautiful zari border pattern.